പ്രീതി, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യേ, നിങ്ങൾ എന്തായി പറയുന്നേ? ഞാനെന്തിനാ വൃത്തിയായിട്ട് പണിയൊക്കെ ചെയ്യാൻ പോന്നെ? ഹേയ് നോട്ടി ഗേൾ. ഓക്കേ ലീവ് ഇറ്റ്. നമ്മുടെ നാട്ടിലെ ഭാഷയിലെ ലവ് യു, മിസ് യു എന്നൊക്കെ എങ്ങനെ പറയുന്നത്? ലവ് യു അറിയാം, മിസ് യു എന്ന് വെച്ചാ എന്താ? ശരി, ലവ് യു മാത്രം പറ. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വൺ സെക്കൻഡ്, ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യ്. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. നിങ്ങൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞാ ഞാൻ പാഷാണം കുടിച്ച് മരിക്കും. വാട്ട് ഈസ് ദിസ്? പാഷായണം? ഓക്കെ. ഈ നാട്ടിലെ ഈ സ്ഥലം കാണാത്ത ലവേഴ്സ് ആരും തന്നെ ഉണ്ടാവില്ല. പ്രണയം പറയാൻ വേണ്ടി വരാനും നമുക്ക് പിരിയാന്ന് പറയാനും രണ്ടിനും ഈ സ്ഥലത്തേക്കാണ് വരുന്നത്. നല്ല കാറ്റ്, നമ്മളാണെങ്കിൽ നല്ല മൂഡിലെ. ഏതാണ്ട് പറയാൻ വന്നില്ലായിരുന്നു, പറഞ്ഞോ? എന്ത് നല്ല സ്ഥലം അത്. എന്റെ മനസ്സിലുള്ളത് ഞാൻ അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷും സംസാരിക്കുന്ന ആളെയാണ് വേണ്ടതെങ്കിൽ അത് നേരത്തെ തന്നെ പറഞ്ഞോണം. ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് വരില്ല. പക്ഷെ ഞാൻ എന്റെ മനസ്സിലുള്ളത് ആദ്യം പറയട്ടെ. നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഇനി ഇങ്ങനെ സംസാരിച്ചാൽ നിന്നെ പൊക്കിരുത്തി വെള്ളത്തിലിടും. ഞാൻ ആത്മഹത്യ ചെയ്യും. വേറെ വല്ലതും പറഞ്ഞാലേ ഞാൻ പാഷാണം കുടിച്ച് മരിക്കും പറഞ്ഞേക്കാം. ഈ പാഷാണെന്ന് പറഞ്ഞാൽ എന്താ? ആർക്കറിയാം? നീ എന്ത് കുന്തുവാണെങ്കിലും എടുത്ത് കുടിക്കേ. എന്റെ മനസ്സും ശരീരവും എല്ലാം നിനക്കുള്ളതാ. എടുത്തോ. എടുത്തോല്ല, കെട്ടിക്കോ. അല്ലല്ല, കേട്ടിക്കോ. കേട്ടിക്കോ. നീ നന്നായിട്ട് നോക്കുന്നറിയാം. സന്തോഷത്തോടെ എനിക്ക് മരിക്കണം. സന്തോഷത്തോടെ മരിക്കണം. എന്തിനാണ് മരിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത്? പ്രേമിക്കുന്നത് ജീവിക്കാൻ വേണ്ടിട്ടാ. നീ ഭയങ്കര സ്പീഡാണല്ലോ. എല്ലാ കാര്യത്തിലും കുറച്ച് ക്ഷമയൊക്കെ വേണം. അല്ല, എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുക, നമ്മുടെ കാര്യത്തിൽ പ്രണയം പറയേണ്ട ആവശ്യം എന്താ? പാവപ്പെട്ട വീട്ടിലെ ആളായതുകൊണ്ടാണോ പറയുന്നത്? പാവപ്പെട്ടവരാരും പ്രണയിക്കാൻ പാടില്ലെന്നാണോ പറയുന്നത്? അയ്യോ മതി, ഇങ്ങനെ കരയാതെ. ഈ പ്രണയത്തിന് അങ്ങനെ വേലിക്കെട്ടുകളൊന്നും ഇല്ല. ആർക്കാര് വേണമെങ്കിലും പ്രേമിക്കാം. നീയും പ്രേമിച്ചോ? നീ എന്നെ പ്രേമിക്കോ? ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ ഒന്നും നടക്കില്ല മോളെ. അതിനൊക്കെ ഒരു മിനിറ്റ്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിക്കാവോ? നീ ഇപ്പൊ എന്താ ചെയ്തേ? അല്ലല്ല, ഇങ്ങനെ കെട്ടിപ്പിടിക്കാവോന്നാ ചോദിച്ചത്. ഒന്നുകൂടി ചോദിച്ചേ. ഇങ്ങനെ നിങ്ങളെ ടൈറ്റ് ആയിട്ട് കെട്ടിപ്പിടിക്കാവോ? ഇപ്പൊ തന്നെ ടൈറ്റായിട്ടല്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. വേറെന്തെങ്കിലും ചോദിക്കേ. ഒരു ഉമ്മ തരാൻ പറ്റുമോ? അടുത്തെങ്ങും ആരുമില്ല, തന്നേക്കാം. എന്റെ വാക്കിന് വില കൽപ്പിച്ച് ബാങ്ക് നിങ്ങൾക്ക് കടം തരും. പക്ഷേ വിളവെടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഈ എടുക്കുന്ന കടം തിരിച്ചടയ്ക്കാൻ മറക്കരുത്. ഇത് നിങ്ങൾ ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ കടം വാങ്ങിച്ചു തരാം. എന്നാലും അങ്ങനെ ഇവരുടെ ആധാരം അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വാങ്ങിച്ചോ. എന്താ ഇതൊക്കെ? എന്റെ അമ്മാവനെ വിശ്വസിച്ച് കർഷകർക്ക് പട്ടയങ്ങൾ തന്നു. ഇത് വെച്ച് എന്താ ചെയ്യാൻ നോക്കൂ. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇത് വെച്ചോണ്ട് ബാങ്കിൽ കടം വാങ്ങാം. എന്താ പറയുക? ബാങ്കില് കാശ് കടം വാങ്ങാന്ന്. സുബു, ഒരു ഐഡിയ. എന്താണാവോ? എനിക്കൊരു ബാങ്ക് മാനേജറെ പരിചയമുണ്ട്. ഈ ആധാരങ്ങൾ വെച്ച് ലോൺ എടുക്കാം. എടുത്ത ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കുകാർ ചുമ്മാ ആയിരിക്കുമോ? പോലീസിനെ പിടിച്ചുകൊണ്ടുപോയി ജപ്തി ചെയ്യും. ജനങ്ങൾ ഇളകി വീട്ടിലേക്ക് വരും. തങ്ങളുടെ ആധാരം എവിടെയെന്ന് രാജുവിനോട് ചോദിക്കും. ഞങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം അദ്ദേഹത്തിന് വിശ്വസിച്ചല്ലേ ഞങ്ങൾ തന്നത്. ഇപ്പൊ അത് പണയം വെച്ചിരിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊക്കെ ആരാ പറഞ്ഞത്? എല്ലാവരുടെയും ആധാരം എവിടെയാ? ബാങ്കിൽ. വലിയ കലാപം ഉണ്ടാകും. പോലീസ് രാജുവിനെ അറസ്റ്റ് ചെയ്യും. അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നീ നോക്കി നിൽക്കരുത്. അറസ്റ്റ് തടഞ്ഞ് നീ പോലീസുകാരെ തല്ലണം. പ്രശ്നം വഷളാകും. നിന്നെ ആരും സംശയിക്കില്ല. അദ്ദേഹത്തിന്റെ അടുത്തുള്ള പവറിനെ പെട്ടെന്ന് പുറത്തു വന്നേക്കും. ബാബു, ഇവൻ പറഞ്ഞത് ശരിയാണ്. ബെയില് ഈസി ആയിട്ട് കിട്ടും. മാനേജർ ജീവിച്ചിരുന്നാലല്ലേ ബെയില്. സാക്ഷിയില്ലാത്തത് കൊണ്ട് ജാമ്യം കിട്ടില്ല. വലിയ വീട്ടിൽ രാജു ജയിലിൽ തന്നെ കിടക്കും. ജയിലിൽ അമ്മാവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നീ ഇവിടെ ചിക്കൻ കാല് കടിക്കുകയാണല്ലേ? കൊള്ളാം. അത് അയാളുടെ തലയെഴുത്താണ്. സുബു, വേറെ ആരെങ്കിലും ബെയിലിന് ട്രൈ ചെയ്യുന്നു? അവരെങ്ങനെ വെറുതെ ആയിരിക്കോ? തീർച്ചയായിട്ടും ട്രൈ ചെയ്യും, പക്ഷെ കിട്ടില്ല.
അതെ ഉഷ മാഡം. ഹലോ ഉഷ മാഡം, ആ ഗ്ലാസ് എടുത്തേ. അല്ല ഈ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞേ. അല്ല എന്താ ഇത്? ചുവപ്പ് കളർ ഫോറിൻ കാറ്, ഇംഗ്ലീഷ് മ്യൂസിക്, ഡാൻസ് ഉണ്ടല്ലോ. ഇനി ഈ കണ്ണുകൊണ്ട് എന്തൊക്കെ ഞാൻ കാണണമെന്ന് അറിയില്ലല്ലോ. അല്ല അത് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഭക്ഷണം ഒന്ന് അടങ്ങടാ. അല്ല അത് സൂര്യ. സാറില്ല, നിന്നെ കാണരുത്, ഞാൻ പിന്നെ കണ്ടു. സൂര്യ സൂര്യ. അയ്യോ എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചതാ. എന്തൊരു അഭിനയമായിരുന്നു. ഒരു പന്തലിട്ട് നിന്നെ അവിടെ ഇരുത്തി പൊന്നാടെ അടിച്ച് തല തേങ്ങ അടിച്ചു പൊടിക്കണം. അല്ല ഈ നാട്ടുകാർക്ക് മുഴുവൻ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട്. എനിക്കാണോ നീ മേടിച്ചിട്ട് നോക്കുന്നത്? സോറി, ഐ ആം റിയലി സോറി. ആക്ടിങ് ചെയ്യുവാണോ? അതും ഡബിൾ റോള്. ഒരു ഭാഗത്ത് ഉഷ, മറ്റൊരു ഭാഗത്ത് നിഷ, ഒരു ഭാഗത്ത് തനിനാടൻ, ഇവിടെ ആണെങ്കിൽ ജീൻസ്. അത് പിന്നെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോ ഞാൻ ആ ഗെറ്റപ്പിലായിരുന്നു. അതിന്ന് മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയത്. മെയിൻറ്റെയിൻ ചെയ്തു. ഏതെങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യേ. പക്ഷെ ഇതെന്റെ ഫസ്റ്റ് ലവ് ആണ്. ഇതുവരെയായിട്ട് ഞാൻ അടിച്ചപ്പോൾ ആരും പിടിച്ചിട്ടില്ല. നിങ്ങളാണ് പിടിച്ചത്. എവിടെയാണോ ഇത് തുടങ്ങിയത് അവിടെ തന്നെ ഇത് അവസാനിക്കുന്നു. Don't touch me. Go back. സൂര്യ പ്ലീസ്. ഇനി ഒരിക്കൽ കൂടി എങ്ങാനും നീ എന്റെ കൺമുന്നിൽ വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ പേര് സൂര്യ എന്നാ. എന്റെ ഒരു ഭാഗം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, മറുഭാഗം നീ കണ്ടിട്ടില്ല. അത് കാണുകയും വേണ്ട. സൂര്യ ഈ ഡ്രസ്സിലും കാണാൻ നല്ല സുന്ദരിയാണല്ലോ. ഞാനാണോ ഓവറാകുന്നേ? ഇനി എന്റെ മുന്നിൽ വന്നു പോയിക്കല്ലേ. പൊയ്ക്കോ. സോറി സൂര്യ പ്ലീസ്. സൂര്യ സൂര്യ. മണ്ടൻ ഗണേശ അടിച്ചു വരുമ്പോ മര്യാദക്ക് അടിച്ചു വാറാ. താഴെ ഓർത്തിരിക്കുന്നില്ലേ? എന്തോന്ന് പിള്ളേരാടാ. നമസ്കാരം അങ്കിൾ. ആരാ മോളെ നീ? ഉഷ. ഉഷ അല്ല, നിഷ. അന്ന് വന്നത് നീയല്ലേ മോളെ? ഞാൻ തന്നെ അങ്കിൾ. സൂര്യ നിന്നെങ്ങനെ കണ്ടുണ്ടാവുന്ന വെച്ചോ. നിന്നെ ഉണ്ടോ ഇല്ലേന്ന് ആക്കിയിട്ടുണ്ടാവും. ഓൾറെഡി ചെയ്തു അങ്കിൾ. അങ്കിള് വേണം അവനോടൊന്ന് സംസാരിക്കാൻ. ഞാൻ അത്ര പറഞ്ഞിട്ട് അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതിന് ഞാൻ എന്താ ചെയ്യാ മോളെ? അവൻ അല്ലെങ്കിലും വലിയ ദേഷ്യക്കാരനാ. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവൻ ഇവിടുന്ന് ദേഷ്യപ്പെട്ട് പോയി. അല്ല അങ്കിൾ, അങ്കിൾ എന്ത് പറ്റി? അങ്കിൾ അയ്യോ, അങ്കിൾ ആരെങ്കിലും ഓടി വാ. വേഗം എടുക്ക്. കറക്റ്റായിട്ട് ചെയ്യണം. കഴിഞ്ഞെന്ന് വിചാരിച്ചോണ്ണ. അല്ല ഇതാരും സൂര്യയോ? ആ സുഖമാണോ? ഡേ നീ പോയിട്ട് വാ. അനിയാ നീ ഇരിക്കേ. സാറില്ല എടാ നമ്മുടെ സൂര്യ വന്നിട്ടില്ലേ, അവന് കഴിക്കാൻ എന്തേ എടുത്തിട്ട് വാ. ബിരിയാണി കഴിക്കാം. ഇപ്പൊ വേണ്ട. അത് ചേട്ടാ എന്റെ അച്ഛന് എന്ത് പറ്റി? അവർക്ക് നെഞ്ചുവേനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണോ അത്രേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അത് ചേട്ടാ എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. ഞാൻ പലിശയോട് ചേർത്ത് അടച്ചോളാം. നോക്ക്, എനിക്ക് എത്ര ഡീൽസുകളാണ് വന്നിരിക്കുന്നത്. ജോലി മാത്രം ചെയ്താൽ മതി അനിയാ. എന്താ ചേട്ടാ ചെയ്യേണ്ടത്? ഇങ്ങനെ ജയിലിൽ വെച്ചേ കൊന്നു കളഞ്ഞാൽ 15 ലക്ഷം തരാം. 4 പേർക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവും. ആരാദ്യം ചെയ്യുന്നോ അവർക്ക് പണം. ഇതെല്ലാം നിന്നെ കൊണ്ട് പറ്റില്ല അനിയാ. നിന്റെ ജീവിതമേ നശിച്ചുവോ. നീ ഇതൊന്നും ചെയ്യണ്ടടാ. ഈ ജോലി ഞാൻ ഏറ്റെടുക്കുക. ജയിലിൽ പോകാം. നിർത്തിടാ. ജയിലിൽ നീ തിരിച്ചു വരണമല്ലേ? എല്ലാത്തിനും ഞാൻ ഏർപ്പാട് ചെയ്യാം. നീ ഒന്ന് ക്ഷമിക്കേ. നമസ്കാരം സാർ, സുഖമാണോ നിങ്ങൾക്ക്? ഞാൻ സുഖമായിരിക്കുന്നു സാർ. നമ്മുടെ പയ്യൻ ഒരാൾ അകത്തോട്ട് വരുന്നുണ്ട്. സാറാണ് അവന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. സൂര്യ നീ പോയിട്ട് വാ. അച്ഛൻ്റെ ഓപ്പറേഷൻ പണം അടച്ചിട്ട് വയ്ക്കണം. നീ പോയിട്ട് വാ, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തോളാം. ജോലി തീർത്തിട്ട് എനിക്ക് ഫോൺ ചെയ്യാം.
പോകോ വജ്രമുനി. എന്തൊരു ധൈര്യമാടാ നിനക്ക്? ജയിലിൽ വന്ന് കിടന്ന് അടിയുണ്ടാക്കുന്നു. ഏത് ഗ്യാങ്ങിൽ ചെയ്യുന്നവനാടാ നീ? സാറേ, അവൻ എന്റെ മകനാ. സൂര്യ, ഇനി തുടരുത്. നോക്കൂ മോനെ, നീ എന്താ ഇങ്ങനെ എന്നെ വെറുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നിന്നെ ജനിപ്പിച്ച അമ്മയെ ഒന്ന് കാണണമെന്ന് നിനക്ക് ഇതുവരെ തോന്നുന്നില്ലേ? ഞാൻ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ വെറുക്കണം. നിങ്ങളുടെ ഈ സ്നേഹം കാണിച്ച് എൻ്റെ ക്യാരക്ടർ മാറ്റാൻ നോക്കണ്ട. ഞാനെന്തെങ്കിലും എടുത്തു തരാം, എന്നെ തല്ലേ. സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയും ഉണ്ടാവാനാണ് നന്നായിട്ട് നിന്നെ വളർത്തിയത്. അതിന് നിന്നെ തല്ലിയിട്ടുണ്ട്. അത് തെറ്റാണോ? അത് തെറ്റല്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ അടിച്ചില്ലേ? അതാണ് തെറ്റ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് പോയില്ലേ? അന്ന് ഞാൻ മരിച്ചുപോയി. എല്ലാം അതോടെ അവസാനിച്ചു. സ്വന്തം പയ്യനെ മറന്ന് കൃഷ്ണനെ എന്തിനാ വളർത്തിയെന്ന് സമയം വരുമ്പോ കാലം നിനക്ക് മനസ്സിലാക്കി തരും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് നീ എന്നെ എന്തിനാ രക്ഷപ്പെടുത്തിയത്? നിങ്ങളെപ്പോലെ എനിക്ക് കരികലിന്റെ ഹൃദയമല്ല. ആട്ടെ, എന്ത് കേസിലാണ് അകത്ത് വന്നേ? റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. റെസ്റ്റ് എടുക്കാൻ ഇതന്നെ നിനക്ക് റിസോർട്ടാണോ? അപ്പോ നിങ്ങളുടെ കേസ് എന്താ? എല്ലാം സമൂഹ സേവനമാ. എടാ മഹാഭാവി, എന്ത് കാര്യടാ ചെയ്തേ? നീ തന്ന കാശിന് അവനെ കൊല ചെയ്യാനാ പറഞ്ഞേ. എടുത്തിട്ട് പോടാ അവിടുന്ന്. ഞാൻ ചത്താലും നിന്റെ കാശ് എനിക്ക് വേണ്ട. പോടാ അവിടുന്ന്. അങ്ങോട്ട് പോവാൻ പറ. എന്റെ മോളെ, നീ എന്നെ ജയിലിലേക്ക് വിളിച്ചോണ്ട് പോവോ? ജയിലിൽ വെച്ച് രാജുവിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചത്രേ. ആരാ അത്? ചോദിക്കുന്ന കേട്ടില്ലേ? പറ. വേറെ ആരാ? ഞാൻ തന്നെ. ഇവൻ മൂർഖനാ, ഉക്കിര വിഷമുള്ളത്. ആളെ നമ്മളെ തീർക്കാനും ഇവൻ ആളെ ഏർപ്പാടാക്കും. ഏയ് ബാബു, എന്റെ അമ്മാവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. അത്രേ ഉള്ളൂ. എന്താടാ നീ പറയുന്നത്? ഈ പ്ലാൻ ആദ്യം ക്യാൻസൽ ചെയ്യേ. വേഗം നിന്റെ പിള്ളേരെ വിളിച്ച് പറയേ. അതെ, ഇവിടുത്തെ ആഹാരെല്ലാം കഴിക്കാൻ പിടിക്കണ്ടോ? നിന്റെ ഉപ്പും പുളിയും എരിവുമില്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിച്ച് നാക്ക് തന്നെ മരവിച്ചിരിക്കുകയായിരുന്നു. ഇവിടത്തെ ഭക്ഷണം സൂപ്പറാ. ഈ അവസ്ഥയിലും കോമഡി പറയണമെന്ന്? ഇനി 2 ദിവസമല്ലേ ഉള്ളൂ, ഉടനെ ബെയിൽ കിട്ടും. ജയിലിൽ വന്നാ ബെയിലില്ലാതിരിക്കുമോ? ഞാൻ എത്ര സ്പീഡിലാണോ അകത്ത് വന്നത് അത്ര സ്പീഡിൽ തന്നെ പുറത്തും വരും. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ സമയത്ത് നമ്മുടെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ജയിലിൽ കിടക്കുന്നത് കണ്ട് അവൻ വെറുതെ ഇരിക്കില്ലായിരുന്നു. എന്താ ചേച്ചി, എന്തിനാ ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നേ? അല്ല ചേച്ചി, ഞാനും ആരെങ്കിലും കുത്തിയിട്ട് ജയിലിനകത്തേക്ക് പോട്ടെ? ദേ കണ്ടില്ലേ ചേച്ചി, ഈ ജയിലിനകത്തും അദ്ദേഹം രാജാവിനെ പോലെയാ. ചേച്ചി എന്തൊക്കെയാ സാറേ, അകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഫസ്റ്റ് ക്ലാസ്. അതെ, ഇപ്പൊ നമ്മുടെ സൂര്യ വളർന്ന വലിയൊരു പയ്യനായിരുന്നെങ്കിൽ ആ പയ്യനെ പോലെ തന്നെ ഇരിക്കുമായിരുന്നല്ലേ? ആ പയ്യനെ പോലെയല്ല, അവൻ തന്നെയാണ് നമ്മുടെ മകൻ സൂര്യ. സൂര്യ സാറേ, ഇത് തമാശ കളിക്കില്ല സാറേ. നമ്മുടെ സൂര്യാണോ സാറേ? എന്നെ വജ്രമണി എന്ന് വിളിക്കാൻ ആർക്കാടാ അത്ര ധൈര്യമുള്ള? അവൻ തന്നെ ആടാ സൂര്യ. സൂര്യ എത്ര വളർന്നു അല്ലേ?
സൂര്യ, ഇത്ര വർഷമായിട്ട് നീ എവിടെയായിരുന്നു മോനെ? ഞങ്ങളെ ആരെ നിനക്ക് ഓർമ്മ വന്നില്ലേ സൂര്യ? കരയണ്ട. പിന്നെ മാമ സുഖം തന്നെയല്ലേ? നീ എന്തിനാ ജയിലിലേക്ക് വന്നത്? എന്താണെന്ന് പറ സാറേ. വജ്രമണിക്ക് ഇനിയും ബെയിൽ കിട്ടിയില്ലേ? അറസ്റ്റായി അന്ന് തന്നെ ഒരു കൊലപാതകം നടന്നു. സാക്ഷിയെ ഇല്ലാതാക്കുന്നു പറഞ്ഞ് ബെയിൽ കിട്ടിയില്ല. 2 ദിവസത്തിനുള്ളിൽ ബെയിൽ കിട്ടും. സാറേ ഞാൻ പറയുന്നത് കേക്ക് സാറേ. എന്തിനാ ജയിലിൽ വന്നേന്ന്? ഒരുത്തിന്റെ സ്വഭാവം മരിച്ചാലും പോവില്ല. ഇവൻ ഇങ്ങനെ തന്നെയാ. എത്ര വർഷമായിട്ട് കണ്ടോണ്ടിരിക്കുക. വെറുതെ വിട്. ഒന്ന് സമാധാനമായിട്ടിരിക്കുക. എന്തിനു നീ അകത്തിരിക്കുന്നേ? പുറത്തോട്ട് വാടാ. അച്ഛാ ഇങ്ങനെ അച്ഛ, ഇതാണ് എന്റെ അമ്മ. ഇത് എന്റെ മാമ. ഇത് എന്റെ അമ്മയുടെ ഭർത്താവ്. ഓവറായിട്ട് സംസാരിക്കല്ലേ. നീ എന്താടാ പറയുന്നേ? അവള് നിന്റെ അമ്മയാണെങ്കിലേ ഞാൻ നിനക്ക് ജന്മം തന്ന അപ്പനാ. അച്ഛനോ? അച്ഛാന്ന് വിളിക്കടാ. നിനക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടോ? ഞങ്ങളുടെ മകനെ നിങ്ങൾ ഇത്രയും വർഷം വളർത്തി വലിയൊരാളാക്കിയല്ലോ. നിങ്ങളാണ് ഞങ്ങളുടെ ദൈവം. അയ്യോ, നിങ്ങൾ പ്രസവിച്ചവള്, നിങ്ങളല്ലേ ദൈവം. അവൻ എത്ര നല്ല പയ്യനാണെന്ന് അറിയോ? ഇത്ര നല്ലവനാണെന്ന് പറയുന്നു, പിന്നെന്തിനാ ജയിലിൽ കിടക്കുന്നത്? അങ്ങനെ എല്ലാം എനിക്ക് വേണ്ടിയാണ് മോനെ. അതെ മാമ, എനിക്ക് വേണ്ടി. അച്ഛനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ശരി ഞാൻ നോക്കിക്കോളാം. അതെ, ഞാൻ ഇറങ്ങ. സൂര്യ, അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കണേ മോനെ. ഇവൻ എന്നെ എന്ത് നോക്കാനാ? എടി ഇത് ജയിലടി. എല്ലാവർക്കും ഒരേപോലത്തെ ഭക്ഷണം, ഒരേപോലത്തെ കറി, ഒരേപോലത്തെ ഗോതമ്പുണ്ട, ഒരേപോലത്തെ വെള്ളം. പിന്നെന്താ? നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നമ്മുടെ നാഗപ്പ ഇല്ലേ, അവൻ നോക്കിക്കോളുമെല്ലാം. അതിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ രോഗമെന്താ? എന്തുവാടാ നോക്കി പഠിപ്പിക്കുന്നേ? അയാൾക്ക് എന്താ രോഗം എന്നല്ല ചോദിച്ചേ. ഒരുപക്ഷെ പരിചയമുള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ നല്ല ചികിത്സ കൊടുക്കായിരുന്നു. അതുകൊണ്ടാ. കൂടുതൽ തമാശ വേണ്ട. എന്റെ അച്ഛൻ എനിക്ക് ദൈവമാണ്. അപ്പൊ ഞാൻ ചെകുത്താനാണോ? നിനക്ക് ആ അപ്പനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? മുഖാമുഖം നോക്കി സംസാരിക്കടാ. അത് കഴിഞ്ഞു പോവാം. ഇപ്പൊ എന്താ രോഗം എന്ന് ചോദിച്ചപ്പോ തുറച്ചു നോക്കി. ഓ, ഇപ്പോഴാണോ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നേ? നീ ടെൻഷൻ ആവല്ലേ, സമാധാനപ്പെട്. ശരി, അദ്ദേഹം എന്ത് ജോലിയാ ചെയ്യണേ? വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നു. അപ്പൊ ഞങ്ങളോ? വയറ് നിറഞ്ഞിരിക്കുന്നവരാണ് ആഹാരം കൊടുക്കുന്നത്. അത് കൊള്ളാം. അദ്ദേഹം ഒരു യഥാർത്ഥ മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ സാമൂഹ്യ സേവനമൊന്നുമല്ല. കയ്യിലിരിക്കുന്നതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ജയിലിൽ വന്ന് കഷ്ടപ്പെടാനായിട്ട്. സ്വന്തമായിട്ട് ചെയ്തതല്ലേ, അനുഭവിക്കും. ദൈവം നമ്മുടെ കുടുംബത്തിന് തന്നിട്ടുണ്ടെങ്കിലേ അത് 4 പേർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാ. പോകുമ്പോഴേ ഇതൊന്നും നമ്മൾ എടുത്തോണ്ട് പോകാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ഇനി എന്തൊക്കെയാ അനുഭവിക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം. ഇനി 10 ദിവസത്തിനുള്ളിൽ എല്ലാവരുടെ ആധാരങ്ങൾ ഞാൻ എടുത്തു തരാം. പോലീസുകാരോടും ബാങ്കുകാരോടും ഞാൻ സംസാരിക്കാം. നിങ്ങൾ ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ചേട്ടാ, നമ്മൾ ഒരുപാട് വിശ്വസിച്ച രാജു ചേട്ടൻ നമ്മളെ പറ്റിച്ചു. ആരാണെന്ന് അറിയാത്ത ഇവരെങ്ങനെ വിശ്വസിക്കാനാ? അല്ല മോളെ, ബാങ്കിന് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്ത് നമ്മൾ ആധാരം തിരിച്ചു തരാന്നല്ലേ അദ്ദേഹം പറയണേ. ഇദ്ദേഹത്തിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ബാബു, ഈ കർഷകരുടെ പത്രം നീ വാങ്ങിച്ചു തരാൻ പോകുന്നോ? ഓഫ് കോഴ്സ്, 100%. എന്താണോ അവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ? എനിക്ക് സന്തോഷായോ? ഞാൻ സന്തോഷിക്കണമെങ്കിൽ ഇതൊക്കെ എന്റെ ശത്രു കാണണം. അവൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ? അവനെ പുറത്തിറക്കിയേ പറ്റും. അതെത്ര എളുപ്പമാണെന്ന് നാ കരുതിയോ? നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല. ശ്രമിച്ചു നോക്കാം. സൂര്യ, എനിക്ക് ബെയില് കിട്ടി. ഞാൻ പോവുക. നിനക്കെന്താ സംഭവിച്ചതെന്ന് മറച്ചു വെക്കാതെ എന്നോട് പറ. നിനക്കും ബെയില് വാങ്ങിച്ചു തരാം. ആദ്യം സ്വന്തം കാര്യം നോക്ക. എനിക്കിഷ്ടപ്പെടുമ്പോഴൊക്കെ ഞാൻ അകത്ത് വരും, ബോറടിക്കുമ്പോൾ പുറത്തു പോകും. ശരി, എന്നാ വരട്ടെ. ഹലോ വജ്രമണി, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ.